ഹൈ ഡിയേഴ്സ്, നമ്മൾ 14.5 സർഫേസ് ഏരിയ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ 14.4 വളരെ ചെറിയൊരു സെക്ഷൻ ആയിരുന്നു. അതേപോലെ തന്നെ ചെറിയൊരു സെക്ഷൻ തന്നെയാണ് 14.5ഉം. ഇതിലും നമുക്ക് കുറച്ച് ഫോർമുലാസ് മാത്രമേ പഠിക്കാനേ ഉള്ളൂ. പക്ഷെ ആ പഠിക്കുന്ന സാധനം വൃത്തിക്ക് പഠിക്കുക. കാരണം എക്സാമിന് ക്വസ്റ്റ്യൻസ് എക്സസൈസിൽ നിന്നും വരാം. സിമിലർ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നുണ്ടാവുക. സോ ഇത് പക്ക മനസ്സിലാക്കിയതിന് ശേഷം എക്സസൈസിലെ ക്വസ്റ്റ്യൻസും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ എക്സസൈസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്കിലും സെലക്റ്റീവ് ആയിട്ട് ചെയ്ത് നോക്കുക തന്നെ വേണം, അല്ലെങ്കിൽ നിങ്ങൾ എക്സാമിന് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക്. അപ്പൊ ഈ ഒരു സെക്ഷനിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ സർഫേസ് ഏരിയ എന്നാണ് സെക്ഷന്റെ പേര്. അപ്പൊ നമ്മൾ സർഫേസ് ഏരിയ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, കണ്ടുപിടിക്കുന്നുണ്ടാവുക. ഓക്കെ, നോക്കൂ, നമ്മൾ 3Dയിൽ സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഒരു സർഫേസിനെയാണ് എന്ത് ചെയ്യുന്നത്, നൊട്ടേറ്റ് ചെയ്യുന്നത്. അല്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഒരു 3Dയിലെ സർഫേസിനെ ആയിരിക്കും നമുക്ക് നൽകുന്നുണ്ടാവുക. ഇതാണ് എന്റെ സർഫേസ്, എന്റെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സർഫേസ് ഇതാണ്. എനിക്ക് ഈ പറയുന്ന സർഫേസിന്റെ, ഇതൊരു കേർവ്ഡ് സർഫേസ് ആണല്ലേ, ഈ കേർവ്ഡ് സർഫേസിന്റെ ഏരിയ കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന എന്റെ ഈ കേർവ്ഡ് ആയി നിൽക്കുന്ന സർഫേസിന്റെ ഏരിയ എനിക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എനിക്ക് ഉപയോഗിക്കാവുന്ന ഫോർമുലയാണ് ഞാൻ ഈ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുള്ളത്. ഇതെങ്ങനെ വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയി പറയുന്നുണ്ട്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. എങ്കിലും ഇതെങ്ങനെ വന്നു എന്ന് അറിയാൻ ക്യൂരിയോസിറ്റി ഉള്ള ആളുകൾ ഉണ്ടാവും. അവരത് പോയി ഒന്ന് റെഫർ ചെയ്യുക. ഓക്കെ, അത് അവർ പോയി റെഫർ ചെയ്തോളൂ. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുകയൊക്കെ ചെയ്യും. എന്നാലും കുറച്ച് ബുദ്ധിമുട്ടുള്ള രീതിയിലായിരിക്കും അത് പ്രസന്റ് ചെയ്തിട്ടുണ്ടാവുക. എന്നാലും നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാക്കിയാവും. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പോയി വായിച്ചു നോക്കാം. ഞാൻ അതിനെ പറ്റിയൊന്നും ഇവിടെ പറയുന്നില്ല. നമുക്ക് ഈ ഫോർമുല മാത്രമേ ആവശ്യമുള്ളൂ പ്രോബ്ലം ചെയ്യാനായിട്ട്. സോ ഫോർമുല പഠിക്കുക എന്നുള്ളതാണ് ഇവിടെ ഞാൻ പഠിപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഒരു സർഫേസിന്റെ ഏരിയ ആണ് എനിക്ക് വേണ്ടത്. ഓക്കെ, ഇങ്ങനെയുള്ളൊരു കേർവ്ഡ് ആയ സർഫേസ് ആയിരിക്കും അല്ലെ, ആ കേർവ്ഡ് ആയ സർഫേസിന്റെ ഏരിയ ആണ് എനിക്ക് വേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഈ സർഫേസിനെ എന്റെ എക്സ് വൈ പ്ലെയിനിലോട്ട് പ്രൊജക്ട് ചെയ്യാം. ശ്രദ്ധിക്കണം, എന്റെ ഫംഗ്ഷൻ സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഫംഗ്ഷനെ ഞാൻ ഫംഗ്ഷന്റെ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആയിട്ട് എക്സും വൈയും ആണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഡിപെൻഡന്റ് വേരിയബിൾ ആയി സെഡ് ആയിട്ട് വന്നിട്ടുള്ളത്. ഡിപെൻഡന്റ് വേരിയബിൾ സെഡ് ആണ്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ എക്സും വൈയും ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ സർഫേസിന് ഞാൻ എങ്ങോട്ട് പ്രൊജക്ട് ചെയ്യണം, എക്സ് വൈ പ്ലെയിനിലേക്ക്. ഇൻഡിപെൻഡന്റ് വേരിയബിൾ എക്സും വൈയും ആണ്, അതുകൊണ്ട് എക്സ് വൈ പ്ലെയിനിലേക്ക് ഞാൻ ഈ പറയുന്ന സർഫേസിന് എന്ത് ചെയ്യുന്നു, പ്രൊജക്ട് ചെയ്യുന്നു. എനിക്ക് വേണമെങ്കിൽ വേറെ പ്ലെയിനിലേക്കൊക്കെ പ്രൊജക്ട് ചെയ്യും. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നു, എന്റെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയ എക്സും വൈയും വെച്ചിട്ട് എക്സ് വൈ പ്ലെയിനിലോട്ട് ഇതിനെ ഞാൻ പ്രൊജക്ട് ചെയ്യുന്നു. സോ ഇതാണ് എന്റെ ആ എക്സ് വൈ പ്ലെയിനിൽ കിട്ടുന്ന റീജിയൻ, ക്യാപിറ്റൽ ആർ. ഇതാണ് എന്റെ എക്സ് വൈ പ്ലെയിനിൽ കിട്ടുന്ന റീജിയൻ, ക്യാപിറ്റൽ ആർ. സോ ഇനി നമുക്ക് നമ്മുടെ ഫോർമുല വായിച്ചു നോക്കാം. Formula for finding the area of a surface z equal to f of xy. z equal to f of xy എന്ന് പറയുന്ന സർഫേസിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഉള്ള ഫോർമുലയാണ് നമ്മൾ നോക്കുന്നത്. Let f be defined on a region r in the xy plane. ഈ പറയുന്ന ഫംഗ്ഷൻ എഫ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈ ആർ എന്ന് പറയുന്ന, ഞാൻ ഈ സർഫേസിനെ പ്രൊജക്ട് ചെയ്തപ്പോൾ കിട്ടിയ റീജിയനിൽ ഇവിടെ തന്നെയാണ് എന്റെ ഫംഗ്ഷൻ എന്ത് ചെയ്തിരിക്കുന്നത്, ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആർ എന്ന എക്സ് വൈ പ്ലെയിനിലെ റീജിയനിലാണ് എന്റെ ഫംഗ്ഷൻ എഫ് എന്ത് ചെയ്തിരിക്കുന്നത്, ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സപ്പോസ് ദാറ്റ് എഫ് എക്സ് എഫ് വൈ ആർ കണ്ടിന്യൂസ്. ഇതിന്റെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എഫ് എക്സും എഫ് ഐയും എന്തായിരിക്കണം, കണ്ടിന്യൂസ് ആയിരിക്കണം. അങ്ങനെ നമ്മൾ സപ്പോസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏരിയ എ ഓഫ് ദ സർഫേസ് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന എസ് എന്ന് പറയുന്ന സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഡിഫൈൻ ചെയ്യുന്ന സർഫേസിന്റെ ഏരിയനെ നമ്മൾ എ എന്ന് പറഞ്ഞിട്ടാണ് നോട്ടേറ്റ് ചെയ്യുന്നത്. ഏരിയ എ കാണാനുള്ള ഫോർമുല ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ റൂട്ട് ഓഫ് എഫ് എക്സ് സ്ക്വയർ പ്ലസ് എഫ് വൈ സ്ക്വയർ പ്ലസ് 1 dA. അതായത് നിങ്ങൾ ആരെ ഡബിൾ ഇന്റഗ്രേറ്റ് ചെയ്യുക, ഓവർ ദ റീജിയൻ ആർ. ഈ ഞാൻ പ്രൊജക്ട് ചെയ്ത് കിട്ടുന്ന ഈ റീജിയൻ ഉണ്ടല്ലോ, ക്യാപിറ്റൽ ആർ എന്ന റീജിയൻ, ഈ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന റീജിയനിൽ ആരെ ഡബിൾ ഇന്റഗ്രേറ്റ് ചെയ്യുക, റൂട്ട് ഓഫ് എഫ് എക്സ് സ്ക്വയർ പ്ലസ് എഫ് വൈ സ്ക്വയർ പ്ലസ് 1 ഡബിൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ഡബിൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആളായിരിക്കും നിങ്ങളുടെ സർഫേസിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഈ റൂട്ട് ഈ ടേം ഉണ്ടായിരുന്നില്ല എങ്കിൽ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡി എന്ന് പറഞ്ഞാൽ ഈ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന റീജിയന്റെ ഏരിയ ആണ് നൽകുക. അതിന്റെ കൂടെ ഈ ഡിയുടെ കൂടെ ഈ ടേം റൂട്ട് ടേമും കൂടെ ഉണ്ടെങ്കിൽ അത് ഈ സർഫേസിന്റെ ഏരിയ ആയിരിക്കും നൽകുന്നുണ്ടാവുക. മനസ്സിലാക്കുക കേട്ടോ, ഡിഫറൻസ് മനസ്സിലാക്കുക, ഫോർമുല പഠിച്ചു വെക്കാം. ആരെയാണ് നിങ്ങൾ ഡബിൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്, റൂട്ട് ഓഫ് എഫ് എക്സ് സ്ക്വയർ പ്ലസ് എഫ് വൈ സ്ക്വയർ പ്ലസ് 1 ഡബിൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഓവർ ദ റീജിയൻ ആർ. ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. റെഡി? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ പാർട്ട് ഓഫ് ദ സർഫേസ് വിത്ത് ദ ഇക്വേഷൻ z equal to 2x plus y square. z equal to 2x plus y square എന്ന് പറയുന്ന സർഫേസിന്റെ ഒരു പാർട്ടിന്റെ ഏരിയ നമുക്ക് വേണം. That lies directly above the triangular region. ആ റീജിയൻ
ആ പറയുന്ന ഏരിയ ഏത് പാർട്ടിന്റെ ഏരിയ ആണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഏരിയ ഓഫ് ദ പാർട്ട് ഓഫ് ദ സർഫേസ് z ഈക്വൽ ടു 2x പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്ന സർഫേസിന്റെ ഒരു പാർട്ടിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ആ പാർട്ടിന്റെ ഏരിയ, ആ പാർട്ട് ലൈ ചെയ്യുന്നത് ഒരു ട്രയാങ്കുലർ റീജിയൻ ആറിന്റെ എക്സാക്ട്ലി എബോ ആയിട്ടാണ്. ഓക്കെ, ഇൻ ദ പ്ലെയിൻ XY പ്ലെയിൻ. XY പ്ലെയിനിലുള്ള ഒരു ട്രയാങ്കുലർ റീജിയൻ ഉണ്ട്. ഇതാണ് നമ്മുടെ ട്രയാങ്കുലർ റീജിയൻ, XY പ്ലെയിനിലുള്ള ട്രയാങ്കുലർ റീജിയൻ. ഇതെന്റെ സർഫേസ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഈ ട്രയാങ്കുലർ റീജിയന്റെ മുകളിൽ വരുന്ന പാർട്ട് ഉണ്ട്. എന്റെ സർഫേസ് z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന സർഫേസ് ഇതാണ്. z ഈക്വൽ ടു 2x പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്ന സർഫേസ് ഇത്രയും ഉണ്ടെന്ന് വിചാരിച്ചോ. പക്ഷെ എനിക്ക് എന്റെ സർഫേസിന്റെ ഏരിയ വേണ്ട, ഈ ട്രയാങ്കിളിന്റെ മുകളിൽ ലൈ ചെയ്യുന്ന പാർട്ടിന്റെ ഏരിയ മതി. ട്രയാങ്കിളിന്റെ മുകളിൽ ലൈ ചെയ്യുന്ന പാർട്ടിന്റെ ഏരിയ മതി. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ പാർട്ട് ഓഫ് ദ സർഫേസ് വിത്ത് ഇക്വേഷൻ z ഈക്വൽ ടു 2x പ്ലസ് വൈ സ്ക്വയർ ദാറ്റ് ലൈസ് ഡയറക്ട്ലി അബോവ് ദ ട്രയാങ്കുലർ റീജിയൻ ആർ എന്ന് പറയുന്ന ട്രയാങ്കുലർ റീജിയന്റെ മുകളിലായിട്ട് വരുന്ന സർഫേസിന്റെ പാർട്ടിന്റെ ഏരിയ ആണ് വേണ്ടത്. ആൻഡ് ആ റീജിയൻ ആർ എങ്ങനെയാണ്? ട്രയാങ്കിൾ ആണ് വിത്ത് വേർട്ടിസസ് 0, 0, 1, 1 ആൻഡ് 0, 1. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആ ട്രയാങ്കുലർ റീജിയൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആദ്യം നിങ്ങൾ അത് പ്ലോട്ട് ചെയ്യണം. 0, 0, 1, 1 ആൻഡ് 0, 1. ഈ 3 പോയിന്റ്സിനെ ജോയിൻ ചെയ്തുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആരെ വരച്ചു കൊടുക്കുക? ട്രയാങ്കിളിനെ വരച്ചു കൊടുക്കുക. അതാണ് നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, രണ്ടാമത് നിങ്ങൾ ഫംഗ്ഷൻ ഐഡന്റിഫൈ ചെയ്യുക. z ഈക്വൽ ടു 2x പ്ലസ് വൈ സ്ക്വയർ അല്ലേ? അപ്പൊ എഫ് ഓഫ് എക്സ് വൈ ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. z ആണ് എഫ് ഓഫ് എക്സ് വൈ. എഫ് ഓഫ് എക്സ് വൈ ആരാണ്? 2x പ്ലസ് വൈ സ്ക്വയർ ആണ്. ഫംഗ്ഷൻ ഐഡന്റിഫൈ ചെയ്തു. ട്രയാങ്കുലർ റീജിയൻ അല്ലെങ്കിൽ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട റീജിയൻ ആണ് ആർ അല്ലെ? ആ റീജിയൻ കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏരിയ ഒരു സർഫേസിന്റെ ഏരിയ ആണ്. ആ സർഫേസിന്റെ അടിയിലായി വരേണ്ടത് ഈ ട്രയാങ്കുലർ റീജിയൻ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന സർഫേസിന്റെ ഏരിയ കാണണമെങ്കിൽ നമ്മൾ ഡബിൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഈ ട്രയാങ്കുലർ റീജിയനിലായിരിക്കണം. അപ്പൊ നമുക്ക് എക്സിന്റെ വേരിയേഷനും വൈയുടെ വേരിയേഷനും വേണം. എക്സിന്റെ വേരിയേഷനും അതേപോലെ ആരുടെ വേരിയേഷനും വേണം? വൈയുടെ വേരിയേഷനും വേണം. അപ്പം നമുക്ക് ഇവിടെ എക്സിന്റെ വേരിയേഷൻ കോൺസ്റ്റന്റിൽ എടുക്കാം, വൈയുടെ വേരിയേഷൻ എന്താ പറയണ്ടേ, വേരിയബിൾസിൽ എടുക്കാം, നേരെ തിരിച്ചു എടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പൊ ഞാൻ നേരെ തിരിച്ചുള്ളതാണ് എടുക്കാനായിട്ട് പോകുന്നത്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ വയ്യെ പറയാം. എന്തുകൊണ്ടാണ് ഞാൻ വൈയുടെ വേരിയേഷൻ കോൺസ്റ്റന്റിലും എക്സിന്റെ വേരിയേഷൻ വേരിയബിളിലും എടുക്കുന്നതെന്ന് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ എക്സിന്റെ വേരിയേഷൻ വേരിയബിൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നു, വൈയുടെ വേരിയേഷൻ ആണ് കോൺസ്റ്റന്റുകൾ നമ്പേഴ്സിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സോ വൈ വാരീസ് ഫ്രം ഈ റീജിയൻ, എന്റെ റീജിയനിൽ നോക്കുവാണെങ്കിൽ 0 തൊട്ട് 1 വരെയാണ് വൈയുടെ വേരിയേഷൻ വരുന്നത്. 0 തൊട്ട് 1 വരെയാണ് വൈയുടെ വേരിയേഷൻ വരുന്നത്. വൈയുടെ വേരിയേഷൻ നമ്പേഴ്സിൽ എടുത്തത് കൊണ്ട് തന്നെ എക്സിന്റെ വേരിയേഷൻ നമ്മൾ വേരിയബിൾ എടുക്കും. അപ്പൊ എക്സിന്റെ വേരിയേഷൻ വേരിയബിളിൽ എടുക്കണമെങ്കിൽ നമ്മൾ സ്ട്രിപ്പ് വരയ്ക്കേണ്ടത് പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. ഓക്കെ, സ്ട്രിപ്പ് പാരലൽ ടു എക്സ് ആക്സിസ് നമുക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ എവിടെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കിയാൽ വൈ ആക്സിസിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ വൈ ആക്സിസിന്റെ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു 0 എന്നാണ്. വൈ ആക്സിസിന്റെ ഇക്വേഷൻ എന്താ? എക്സ് ഈക്വൽ ടു 0. അപ്പൊ ഇനി നമ്മുടെ ഈ സ്ട്രിപ്പ് എൻഡ് ചെയ്തിരിക്കുന്നത് ഈ ഗ്രീൻ കളറിൽ കാണുന്ന ലൈനിലല്ലേ? ഈ ലൈനിന്റെ ഇക്വേഷൻ അറിയില്ല, ഇവിടെ ഉണ്ട്. അത് നമുക്ക് ഓൾറെഡി ഞാൻ ടെക്സ്റ്റിൽ നിന്നും കോപ്പി ചെയ്തതുകൊണ്ട് അതിൽ വന്നതാണ്, അല്ലാണ്ട് എക്സാമിന് തരില്ല കേട്ടോ. എക്സാമിന് ഈ ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ റീജിയൻ ഒക്കെ നമ്മൾ വരയ്ക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ എനിക്ക് ഈ ലൈനിന്റെ ഇക്വേഷൻ വേണം. ഈ ലൈനിൽ 2 പോയിന്റ്സ് എടുത്താൽ ഒരു പ്രത്യേകത കാണാം. 0, 0യും 1, 1. 2 കോർഡിനേറ്റ്സും എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും സെയിം ആണ്. അപ്പൊ ഈ 2 പോയിന്റ്സിനും അത് സെയിം ആയതുകൊണ്ട് ഇതിൽ എല്ലാ പോയിന്റുകൾക്കും ആ ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഈ പറയുന്ന ലൈൻ ഇക്വേഷൻ വൈ ഈക്വൽ ടു എക്സ് ആണെന്ന് പറയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ലോപ്പ് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ലൈൻ ഇക്വേഷൻ 2 പോയിന്റ്സ് എന്നാൽ കണ്ടുപിടിക്കാൻ അറിയാലോ, അങ്ങനെ ചെയ്താലും മതി. ഇവിടെ നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാം. കാരണം 2 പോയിന്റ്സ്, ഈ ലൈനിലെ 2 പോയിന്റ്സ്, ലൈൻ സെഗ്മെന്റിലെ 2 പോയിന്റ്സിന്റെ പ്രത്യേകത അതിന്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും സെയിം ആണെന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിന്റെ ഇക്വേഷൻ വൈ ഈക്വൽ ടു എക്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുന്നു എക്സ് എവിടെ മുതൽ എവിടം വരെയാണ് വാരി ചെയ്യുന്നതാണ് നമുക്ക് വേണ്ടത്. എക്സ് ഇവിടെ 0യിൽ തുടങ്ങുന്നു, എൻഡ് ചെയ്യുന്നത് വൈ ഈക്വൽ ടു എക്സ് എന്ന ലൈൻ, അല്ലെങ്കിൽ എക്സിന്റെ ടേമിലാണ് പറയേണ്ടത്. എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയുന്ന ലൈനിലാണ് ഈ പറയുന്ന സ്ട്രിപ്പ് അവസാനിക്കുന്നത്. അപ്പൊ എക്സ് വാരീസ് ഫ്രം 0 ടു വൈ എന്ന് കൊടുക്കണം. എക്സ് വാരീസ് ഫ്രം 0 ടു വൈ വാരീസ് ഫ്രം 0 ടു 1 ആൻഡ് എക്സ് വാരീസ് ഫ്രം 0 ടു വൈ നമുക്ക് കൊടുക്കാം. സോ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട റീജിയൻ ആണ് ട്രയാങ്കുലർ റീജിയൻ. നമുക്ക് എങ്ങനെ കൊടുക്കാം? ദിസ് സെറ്റ് ഓഫ് ഓൾ ഓർഡർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് 0 less than or equal to x less than or equal to y, 0 less than or equal to y less than or equal to 1. ഇതാണ് നമ്മുടെ റീജിയൻ ആണെന്ന് പറയുന്നത്. സോ നമ്മൾ എക്സിന്റെയും വൈയുടെയും വേരിയേഷൻ കൊടുത്തു. ഇനി ക്യാപിറ്റൽ ആണ് സെറ്റിന്റെ ഫോമിൽ കൊടുത്തു എന്ന് മാത്രം. ഇനി എഫ് ഓഫ് എക്സ് വൈ എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞു, 2x പ്ലസ് വൈ സ്ക്വയർ ആണെന്ന് അറിയാം. ആൻഡ് ഏരിയയുടെ ഫോർമുല ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ, മറക്കരുത്, റൂട്ട് ഓഫ് എഫ് എക്സ് സ്ക്വയർ പ്ലസ് എഫ് വൈ സ്ക്വയർ പ്ലസ് 1 ഡി എ. എഫ് എക്സും എഫ് ഐയും ഒക്കെ നമുക്ക് ഇവിടെ കണ്ടുപിടിച്ചിട്ട് കൊടുക്കണം. പറഞ്ഞിടാ എഫ് എക്സ് ആരാ? എഫ് എക്സ് എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2 വരും. എഫ് ഐ എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്താൽ നമുക്ക് 2y എന്നാണ് കിട്ടുക. ആൻഡ് എ ഈക്വൽ ടു പുറത്ത് 0 to 1 കൊടുത്തു.
ഇന്റഗ്രൽ 0 to y കൊടുത്തു റൂട്ട് എഫ് എക്സിന്റെ സ്ക്വയർ എഫ് എക്സ് എന്ന് വെച്ചാൽ 2 സ്ക്വയർ 4 പ്ലസ് എഫ് വൈ 2y ആണ് സ്ക്വയർ എടുത്താൽ 4y സ്ക്വയർ യെസ് 4y സ്ക്വയർ പ്ലസ് 1 ഡി ഇത് ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലേ അപ്പൊ ഡി എക്സ് ഡി വൈ ഒന്നും കൂടെ വൃത്തിക്കാക്കിയാൽ ഏരിയ ഈക്വൽ ടു 0 to 1 ഇന്റഗ്രൽ 0 to 1 ഇന്റഗ്രൽ 0 to y റൂട്ട് 4 അല്ല 5 പ്ലസ് 4y സ്ക്വയർ 5 പ്ലസ് 4y സ്ക്വയർ ഡി എക്സ് ഡി വൈ. ഓക്കെ, അപ്പൊ എന്തായാലും ഇത് എന്തുകൊണ്ടാണ് ഞാൻ എക്സിന്റെ വേരിയേഷനെ വേരിയബിളിൽ കൊടുത്തത് വൈയുടെ വേരിയേഷനെ കോൺസ്റ്റന്റ് കൊടുത്തതെന്ന് വെച്ചാൽ ഇവിടെ ഈ ഇന്റഗ്രന്റ് ആയിട്ട് റൂട്ട് 5 പ്ലസ് 4y സ്ക്വയർ വരുന്നോണ്ടാണ്. റൂട്ട് ഓഫ് 5 പ്ലസ് 4y സ്ക്വയറിനെ ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു y ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് നമുക്ക് ചെയ്യാം അല്ലെ. ഞാൻ വൈയുടെ വേരിയേഷൻസ് വേരിയബിളിലും എക്സിന്റെ വേരിയേഷൻസ് നമ്പേഴ്സിലും കൊടുത്തതെങ്കിൽ ഫസ്റ്റ് ഡി എക്സ് ആയിരുന്നില്ല ഡി വൈ ആയിരുന്നു വരും. അപ്പൊ ഞാൻ ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് റൂട്ട് 5 പ്ലസ് 4y സ്ക്വയറിനെ വിത്ത് റെസ്പെക്ട് ടു y ആകുമായിരുന്നു. അത് കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ടാണ് എനിക്ക് ഡി എക്സ് ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതുകൊണ്ടാണ് ഞാൻ ഉള്ളിലുള്ള ഇന്റഗ്രൽ എക്സ് വരാൻ വേണ്ടിയിട്ട് എക്സിന് വാരിയബിൾ ലിമിറ്റും വൈക്ക് കോൺസ്റ്റന്റ് ലിമിറ്റും കൊടുത്തത്. അപ്പൊ ഞാൻ പറഞ്ഞില്ല എന്തുകൊണ്ടാണ് ഞാൻ മാറ്റി കൊടുത്തത്. അപ്പൊ മാറ്റി കൊടുത്തതിന്റെ റീസൺ ഇതാണ്. നിങ്ങൾ ആദ്യം എക്സ് കോൺസ്റ്റന്റ് ലിമിറ്റും വൈക്ക് വാരിയബിൾ ലിമിറ്റും കൊടുത്താൽ ഈ ഇന്റഗ്രലിലോട്ട് എത്തുമ്പോൾ ഉള്ളിലുള്ള ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു വൈ ആവുകയും ഉള്ളിലുള്ള ഇന്റഗ്രന്റിന്റെ മാറ്റം വരുന്നില്ല പീസിലും. അത് റൂട്ട് 5 പ്ലസ് 4y സ്ക്വയർ തന്നെ ആവും. പക്ഷെ അത് വിത്ത് റെസ്പെക്ട് ടു വൈ ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായി മാറും. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ എടുത്തത് കേട്ടോ. ഇങ്ങനെ എടുത്തില്ലെങ്കിൽ നിങ്ങൾക്കും അത് എക്സാമിന് ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി റൂട്ട് 5 പ്ലസ് 4y സ്ക്വയറിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യാണ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇതൊരു കോൺസ്റ്റന്റ് പോലെയാണ് ആക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ ഏരിയ ഈക്വൽ ടു പുറത്തത്തെ ഇന്റഗ്രലിന് മാറ്റമില്ല, ഇന്റഗ്രൽ 0 to 1 തന്നെ. ഉള്ളിലുള്ളത് റൂട്ട് 5 പ്ലസ് 4y സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതിലൊരു മാറ്റവും വരില്ല. അത് അതുപോലെ തന്നെ വരും. റൂട്ട് 5 പ്ലസ് 4y സ്ക്വയർ കോൺസ്റ്റന്റ് പോലെയാണ് നിൽക്കുക. അപ്പൊ പിന്നെ ആരാ ഇന്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഒരു 1 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് എന്നാണ് വരും. എക്സ് എന്ന് വരും അല്ലെ. ഇയാളെ കോൺസ്റ്റന്റ് ആയി എടുക്കുകയാണ്. ഒരു കോൺസ്റ്റന്റിനെ വിത്ത് റെസ്പെക്ട് എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ് എന്നാണ് ഇന്റഗ്രൽ വാല്യൂ വരിക. അപ്പൊ ഇയാൾ അതുപോലെ നിൽക്കും. അപ്പൊ ഇന്റഗ്രൽ ആയിട്ട് ആര് വരും? എക്സ് വരും. എക്സിന്റെ എക്സ് എന്ന് കൊടുക്കാം. ഡി എക്സിന്റെ ഇന്റഗ്രൽ എക്സ് ആണ്. ആൻഡ് 0 to y അതിന്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തു. 0 to y അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് കൊടുത്തു. എടാ റൂട്ട് 5 പ്ലസ് 4y സ്ക്വയറിനെ കോൺസ്റ്റന്റ് പോലെയാണ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ട്രീറ്റ് ചെയ്യുക. അപ്പൊ അതിന്റെ ഇന്റഗ്രൽ എടുക്കുമ്പോൾ റൂട്ട് 5 പ്ലസ് y സ്ക്വയർ കോൺസ്റ്റന്റ് ആയി വരും. ഡി എക്സിന്റെ ഇന്റഗ്രൽ അവിടെ എക്സ് എന്ന് വരും. എക്സിന്റെ ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് y കൊടുത്തു. അത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 റൂട്ട് 5 പ്ലസ് 4y സ്ക്വയർ ഇൻറ്റു എക്സിന് അപ്പർ ലിമിറ്റ് ആയ y കൊടുത്തു, ലോവർ ലിമിറ്റ് ആയ 0 കൊടുത്തു. അപ്പൊ y മൈനസ് 0 dy എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 റൂട്ട് 5 പ്ലസ് 4y സ്ക്വയർ y dy. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. നോർമലി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന പോലെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്താൽ കിട്ടും ആൻസർ. ഞാൻ ഉള്ളിലുള്ള റൂട്ടിന്റെ ഉള്ളിൽ വന്നിരിക്കുന്ന 5 പ്ലസ് 4y സ്ക്വയറിനെ യു എന്ന് വിളിക്കുകയാണ്. യു ഈക്വൽ ടു 5 പ്ലസ് 4y സ്ക്വയർ ആൻഡ് ഡി യു ഈക്വൽ ടു 5ന്റെ ഡെറിവേറ്റീവ് 0, 4y സ്ക്വയറിന്റെ 8y dy എന്ന് വരും. 8y dy. ഓക്കെ, എന്റെ വാല്യൂസിലുള്ള മാറ്റം നോക്കാം. y ഈക്വൽ ടു 0 ആകുമ്പോൾ യു എന്തായിരിക്കും? 5 ആയിരിക്കും. y 0 ആകുമ്പോൾ യു 5. വൈയുടെ വാല്യൂ 1 ആകുമ്പോൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുകയാണ്. y 0 ആകുമ്പോൾ യു 5, y 1 ആകുമ്പോൾ യുടെ വാല്യൂ 9 ആയിരിക്കും. യുടെ വാല്യൂ 9. സോ ഈ ഇന്റഗ്രൽ എന്തിനോട് ഈക്വൽ ആകും? ഇന്റഗ്രൽ 5 to 9 റൂട്ട് യു ഇൻറ്റു ഡി വൈ ഡി വൈക്ക് പകരം ആരെ കൊടുക്കാം? y dy ക്ക് പകരം എനിക്ക് du/8 കൊടുക്കാം. du/8. സോ du/8 ഈക്വൽ ടു 1/8 റൂട്ട് യുവിന്റെ ഇന്റഗ്രൽ u റൈസ് ടു 3/2 അല്ലെങ്കിൽ 2/3 നേടാം അല്ലെ. 2/3 വരാം. ആൻഡ് അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് കൊടുക്കാം 5 to 9 ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു 1/8 ഇൻറ്റു 3/2 ഉണ്ട്. അപ്പൊ 4 വരും. 1/12 u റൈസ് ടു 3/2 എന്ന് പറയുമ്പോൾ 9 റൈസ് ടു 3/2 മൈനസ് 5 റൈസ് ടു 3/2 ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു 1/12 ഇൻറ്റു 9 റൈസ് ടു 3/2 എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു റൂട്ട് 9 മൈനസ് 5 റൈസ് ടു 3/2 എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു റൂട്ട് 5 എന്ന് വരും. ഈക്വൽ ടു 1/12 ഇൻറ്റു 9 ഇൻറ്റു റൂട്ട് 9 ദാറ്റ് ഈസ് 3 അല്ലേ. 9 ഇൻറ്റു 3 27 മൈനസ് 5 റൂട്ട് 5 എന്ന് വരും. ഓക്കെ,
അപ്പം ഇതിന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ 1.32 ആണെന്നാണ് പറയുന്നത്. അപ്രോക്സിമേറ്റ് വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ചാൽ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി ഇതിന്റെ വാല്യൂ 1.32 എന്ന് കിട്ടും. ആൻഡ് ദിസ് ഇസ് ദ ഫൈനൽ ആൻസർ. സോ ഇവിടുത്തെ ഏരിയ എന്താണെന്ന് ചോദിച്ചാൽ അവിടെ യൂണിറ്റ് ഒന്നും പറയേണ്ട കാര്യമില്ല, കാരണം ക്വസ്റ്റ്യനിൽ യൂണിറ്റിനെ പറ്റി പരാമർശിക്കുന്നില്ല, അതുകൊണ്ട് ആൻസറിലും വേണ്ട. ഓക്കെ, അപ്പോൾ റെഡിയാണ് എന്ന് വിചാരിക്കുന്നു. ഇത്രയും യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ മതി, സ്ക്വയർ യൂണിറ്റ്സ്. ഏരിയ എന്ന് വെച്ചാൽ സ്ക്വയർ യൂണിറ്റ്സ് അത്ര കൊടുത്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് യൂണിറ്റ് വേണം നിർബന്ധം ഉണ്ടെങ്കിൽ സ്ക്വയർ യൂണിറ്റ്സ് മാത്രം കൊടുക്കാം. അപ്പൊ എങ്ങനെയാണ് നമ്മളൊരു സർഫേസിന്റെ ഏരിയ കണ്ടതെന്ന് ചോദിച്ചാൽ, ആ സർഫേസിന്റെ അടിയിൽ വരുന്ന XY പ്ലെയിനിലെ റീജിയൻ ആരാണ് നോക്കൂ, അയാളെ ആ ക്യാപിറ്റൽ ആണെന്ന് വിളിച്ചു. ആ റീജിയനിൽ നിന്നാണ് എക്സിന്റെയും വൈയുടെയും വേരിയേഷൻസ് നമ്മൾ എടുത്തത്. ആൻഡ് ആ റീജിയനിൽ ഈ പറയുന്ന റൂട്ട് fx² + fy² + 1 എന്ന് പറയുന്ന ആളെ ഡബിൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. നമ്മൾ fx² + fy² + 1 ചെയ്തപ്പോൾ അത് 5 + 4y² എന്ന് വന്നു. അപ്പൊ റൂട്ട് 5 + 4y² വിത്ത് റെസ്പെക്ട് ടു ആർ എന്ന് പറയുന്ന ഈ ട്രയാങ്കുലർ റീജിയനിൽ നമ്മൾ ഡബിൾ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ നിയർലി 1.32 എന്ന് കാണാനായിട്ട് പറ്റി. സോ അതാണ് നമ്മുടെ സർഫേസിന്റെ ഏരിയ, ഈ ട്രയാങ്കുലർ റീജിയന്റെ മുകളിൽ വരുന്ന സർഫേസിന്റെ ഏരിയ എന്ന് പറയുന്നത്. സോ ഫോർമുല എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളത്. വിചാരിക്കുന്നു ക്ലിയർ ആയി എന്ന്. റെഡി. ആദ്യം ആ XY പ്ലെയിനിലെ റീജിയൻ ഐഡന്റിഫൈ ചെയ്യുക, എക്സിന്റെയും വൈയുടെയും വേരിയേഷൻ കണ്ടുപിടിക്കാം. ആൻഡ് ഈ പറയുന്ന റൂട്ട് fx² + fy² + 1 ഡബിൾ ഇന്റഗ്രേറ്റ് ചെയ്യുക ആ റീജിയനിൽ. അത്ര മാത്രമേ നിങ്ങൾ ചെയ്യാനുള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണെങ്കിൽ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സാമ്പിൾ 2, the find the surface area of part of the paraboloid z equal to 9 - x² - y² that lies above the plane z equal to 5. അപ്പോൾ സർഫേസ് ഏരിയ കണ്ടുപിടിക്കുന്നത് പരാബോളോയിഡിന്റെ ഒരു പാർട്ടിനാണ്. പരാബോളോയിഡിന്റെ ഇക്വേഷൻ ആണ് എന്ത്, z equal to 9 - x² - y² എന്ന് പറയുന്നത്. ആ ഒരു പരാബോളോയിഡിന്റെ പാർട്ടിന്റെ സർഫേസ് ഏരിയ കാണണം. ലൈസ് എബോവ് ദ പ്ലെയിൻ z equal to 5. z equal to 5 എന്ന് പറയുന്ന പ്ലെയിനിന്റെ മുകളിലായിട്ട് വരുന്ന ഈ പരാബോളോയിഡിന്റെ പാർട്ടിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. സർഫേസ് ഏരിയ ആണ് എന്ത് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ പരാബോളോയിഡിന്റെ റഫ് സ്കെച്ച് നമുക്കൊന്ന് നോക്കാം. z equal to 9 - x² - y². XY പ്ലെയിനിൽ നമുക്കറിയാം z വാല്യൂ 0 ആണ്. XY പ്ലെയിനിൽ നോക്കുവാണെങ്കിൽ z വാല്യൂ 0 ആയിരിക്കും. അങ്ങനെയാകും എനിക്ക് പറയാം 9 - x² - y² 0 ആയിരിക്കും. അതിൽ നിന്ന് എനിക്ക് പറയാം XY പ്ലെയിനിൽ ഇത് തരിക x² + y² = 9 എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. അതായത് XY പ്ലെയിനിൽ നമ്മൾ നോക്കുവാണെങ്കിൽ, നമ്മൾ നോക്കുന്നത് XY പ്ലെയിൻ ആണ് എങ്കിൽ ഇതൊരു സർക്കിൾ ആണ് വിത്ത് റേഡിയസ് 3. അപ്പൊ റേഡിയസ് 3 വരുന്ന സർക്കിൾ ആയിരിക്കും. ഇനി സെറ്റിന്റെ വാല്യൂ ഇപ്പോൾ മാക്സിമം ആവാൻ നോക്കിക്കേ. സെറ്റിന്റെ വാല്യൂ മാക്സിമം ആവണമെങ്കിൽ x² ഉം y² എന്തായിരിക്കണം, 0 ആയിരിക്കണം. x² ഉം y² 0 ആകണം എന്ന് പറഞ്ഞാൽ x ഉം y ഉം 0 ആവണം അല്ലെ. ഏറ്റവും മാക്സിമം വാല്യൂ z equal to 9 - x² - y² ഏറ്റവും മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 9 ആയിരിക്കും. കാരണം x² എപ്പോഴും പോസിറ്റീവ് ഓർ 0 ആയിരിക്കും, y² പോസിറ്റീവ് ഓർ 0 ആയിരിക്കും. അപ്പൊ ഇത് രണ്ടും 0 ആകുന്ന കേസിലാണ് മാക്സിമം വാല്യൂ കിട്ടുക. ഇതാണ് എന്റെ z ആക്സിസ് എന്ന് വിചാരിക്കുക. ഇതാണ് എന്റെ z ആക്സിസ്. സോ 9ലാണ് ഇതിന് മാക്സിമം വാല്യൂ കിട്ടുക. ആ മാക്സിമം വാല്യൂ കിട്ടുമ്പോൾ അവിടെ x ഉം y ഉം 0 ആയിരിക്കും എന്ന് പറഞ്ഞാൽ ആ പോയിന്റ് ലൈ ചെയ്യുന്നത് z ആക്സിസിലായിരിക്കും. x ഉം y ഉം 0 ആണെങ്കിൽ ആ പോയിന്റ് ലൈ ചെയ്യുന്നത് z ആക്സിസിലായിരിക്കും. സോ ഒറ്റ സിംഗിൾ പോയിന്റ് ആയിട്ട് അത് റെഡ്യൂസ് ചെയ്യും. ആ കേസിൽ ഇതൊരു സിംഗിൾ പോയിന്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ അതിന് ഇൻ ബിറ്റ്വീൻ ഒരു വാല്യൂ എടുക്കുകയാണെങ്കിൽ, സെറ്റിന്റെ വാല്യൂ നിങ്ങൾ 5 എടുത്തോളൂ. സെറ്റിന്റെ വാല്യൂ നിങ്ങൾ 5 എടുത്താൽ ഇൻ ബിറ്റ്വീൻ ഒരു വാല്യൂ ആണ് സെറ്റിന്റെ 5 എന്ന് പറയുന്നത്, 0ക്കും 9നും ഇടയിൽ വരുന്നത്. അപ്പൊ 5 എടുത്താൽ 5 equal to 9 - x² - y² നിങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് x² + y² 4 ആണെന്ന് കിട്ടും. ഇറ്റ് ഈസ് എ സർക്കിൾ വിത്ത് റേഡിയസ് 2. സോ 5 എന്ന് പറയുന്ന ഹൈറ്റിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റേഡിയസ് 2 ഉള്ള ഒരു സർക്കിൾ ആണ് കിട്ടുക. സോ ഇതൊക്കെ കൂടെ ജോയിൻ ചെയ്തതായി ഇങ്ങനെയുള്ള ഒരു ഫിഗർ ആയിരിക്കും നിങ്ങൾക്ക് പരാബോളോയിഡിൻ്റെതായിട്ട് കിട്ടുക. ഇങ്ങനെയുള്ള ഒരു ഫിഗർ ആയിരിക്കും പരാബോളോയിഡിൻ്റെതായിട്ട് കിട്ടുക. ഞാൻ ആ ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം കാണിച്ചതാണ്. ഞാനത് ഇവിടെ കാണിക്കട്ടോ. ഇതാണ് നമ്മുടെ ഫിഗർ. ഓക്കെ, റെഡി. ഇതാണ് നമ്മുടെ ഫിഗർ. ഇതാണ് നമ്മുടെ പരാബോളോയിഡ്. ബ്ലൂ കളറിൽ കാണുന്നതാണ് നമ്മുടെ പരാബോളോയിഡ്. ഏറ്റവും ബോട്ടത്തിലായിട്ട് റേഡിയസ് 3 ഉള്ള സർക്കിൾ കാണാം. ഏറ്റവും ബോട്ടത്തിലായിട്ട് റേഡിയസ് XY പ്ലെയിനിൽ ഈ പറയുന്ന പരാബോളോയിഡിന്റെ റേഡിയസ് 3 ഉള്ള സർക്കിൾ കാണാം. അത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ സെറ്റിന് 0 കൊടുത്താൽ മതി. സെറ്റിന് 0 കൊടുത്താൽ നിങ്ങൾക്ക് ഈ പരാബോളോയിഡിന്റെ ഇക്വേഷൻ x² + y² = 9 കിട്ടും. ആൻഡ് ഏറ്റവും ടോപ്പിൽ നോക്കുവാണെങ്കിൽ പോയിന്റ് z equal to 9 ആണ് അല്ലെ. അവിടെ x ഉം y ഉം 0 ആയി. ഇപ്പൊ സെറ്റ് ആക്സിസിലെ പോയിന്റ് കിട്ടാം 0, 0, 9 എന്ന് പറയുന്ന പോയിന്റ് ആണ് നിങ്ങൾക്ക് പരാബോളോയിഡ് കിട്ടും. അപ്പൊ ഇതിങ്ങനെ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് 3Dയിൽ ഒരു ഫിഗർ കിട്ടും. ഇതാണ് നമ്മുടെ പരാബോളോയിഡ്. ഇനി z equal to 5 എന്ന് പറയുന്ന പ്ലെയിൻ ആണ് ഈ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നത്. z equal to 5 എന്ന് പറയുന്ന ഹൈറ്റിൽ വരുന്ന പ്ലെയിൻ ആണ് ഈ പറയുന്ന ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നത്. ആ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്ന ഈ പ്ലെയിന് ഈ പറയുന്ന പരാബോളോയിഡിനെ ഇന്റർസെക്ട് ചെയ്യുന്നത് ഒരു സർക്കിളിലാണ്.
z equal to 5 ഇവിടെ കൊണ്ടുപോയി കൊടുത്താൽ 5 equal to 9 minus x square minus y square സോൾവ് ചെയ്താൽ x square plus y square equal to 4 എന്ന ഇക്വേഷൻ ആണ് നിങ്ങൾക്ക് കിട്ടുക. അതായത് ഈ സർക്കിള്, ഈ കിട്ടുന്ന സർക്കിള് ആക്ച്വലി z equal to 5 റേഡിയസ് 2 ആയിട്ട് വരുന്ന സർക്കിൾ ആണ്. അതിന്റെ പ്രൊജക്ഷൻ ഓൺ എക്സ് വൈ പ്ലെയിൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിന്റെ പ്രൊജക്ഷൻ ഓൺ എക്സ് വൈ പ്ലെയിൻ ഇവിടെ റേഡിയസ് 2 ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിന്റെ പ്രൊജക്ഷൻ ഓൺ എക്സ് വൈ പ്ലെയിനും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, റേഡിയസ് 2 ഉള്ള സർക്കിൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. സോ ഇതാണ് റേഡിയസ് 2 ഉള്ള സർക്കിൾ. പക്ഷെ ഇത് ഹൈറ്റ് z equal to 5 ലാണ്. 5 എന്ന് പറയുന്ന ഹൈറ്റിലാണ് ഈ പറയുന്ന സർക്കിൾ, ഈ പ്ലെയിനും ഈ പരാബോളോടും ഇന്റർസെക്ട് ചെയ്യുന്ന ഈ സർക്കിൾ ആ 5 ഹൈറ്റിലാണ് നിൽക്കുന്നത്. പക്ഷെ അതിന്റെ പ്രൊജക്ഷൻ ഓൺ എക്സ് വൈ പ്ലെയിൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. റേഡിയസ് 2 ആണ് അതിൻ്റെതായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് വേണ്ടത് ഫൈൻഡ് ദ സർഫേസ് ഏരിയ ഓഫ് ദ പാർട്ട് ഓഫ് ദ പരാബോളോയിഡ്. പരാബോളോയിഡിന്റെ പാർട്ടിന്റെ സർഫേസ് ഏരിയ തന്നെയാണ് നമുക്ക് വേണ്ടത്. Find the surface area of the part of the paraboloid z equal to 9 minus x square minus y square. ഈ പരാബോളോയിഡിന്റെ പാർട്ടിന്റെ സർഫേസ് ഏരിയ വേണം ദാറ്റ് ലൈസ് എബോവ് ദ പ്ലെയിൻ z equal to 5. അതായത് z equal to 5 എന്ന് പറയുന്ന ഗ്രീൻ കളർ പ്ലെയിനിന്റെ മുകളിലായി വരുന്ന ഈ പാർട്ട് ഉണ്ടല്ലോ, പരാബോളോയിഡിന്റെ ഈ പാർട്ടിന്റെ സർഫേസ് ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ പാർട്ടിന്റെ മാത്രം, അതിന് താഴോട്ട് വരുന്ന പാർട്ടിന്റെ ഒന്നും വേണ്ട, ഈ z equal to 5 മുകളിൽ വരുന്ന പാർട്ടിന്റെ മാത്രം സർഫേസ് ഏരിയ നമുക്ക് കണ്ടാൽ മതിയാകും. അപ്പൊ നമ്മൾ ഈ ഒരു പാർട്ട് മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ എന്റെ റീജിയൻ ആറായി ഞാൻ ആരെയായിരിക്കും ചൂസ് ചെയ്യേണ്ടത്? ഈ ആർ എന്ന് പറയുന്ന റീജിയൻ, ഈ സർഫേസിന്റെ, എനിക്ക് ഞാനിപ്പോ റെഡ് കളറിൽ മാർക്ക് ചെയ്ത് ഈ സർഫേസിന്റെ സർഫേസ് ഏരിയ മതി. അപ്പൊ ഈ റീജിയനെ ഞാൻ എക്സ് വൈ പ്ലെയിനിലോട്ട് പ്രൊജക്ട് ചെയ്താൽ അവിടെ എനിക്ക് ആരെയാണോ കിട്ടുന്നത്, ഏത് സർഫേസ് ആണോ അല്ലെങ്കിൽ ഏത് കർവ് ആണോ കിട്ടുന്നത്, ഏത് റീജിയൻ ആണോ കിട്ടുന്നത്, ആ റീജിയൻ ആയിരിക്കും എന്റെ ക്യാപിറ്റൽ ആർ. അപ്പൊ ഈ ആളെ ഞാൻ ഇതാ എന്റെ എക്സ് വൈ പ്ലെയിനിലോട്ട് പ്രൊജക്ട് ചെയ്യാണ് അല്ലെ. പ്രൊജക്ട് ചെയ്യുകയാണെങ്കിൽ എനിക്കിതാ ഈ റേഡിയസ് 2 ഉള്ള സർക്കിളാ കിട്ടുക അല്ലെ. റേഡിയസ് 2 ഉള്ള സർക്കിളാ കിട്ടുക. ഈ റീജിയനെ ഞാൻ എക്സ് വൈ പ്ലെയിനിലോട്ട് പ്രൊജക്ട് ചെയ്താൽ എനിക്ക് കിട്ടുന്നത് ഇവിടെ ആരായിരിക്കും? ആ ഒരു റേഡിയസ് 2 ഉള്ള സർക്കിളാ കിട്ടാം. റേഡിയസ് 2 ഉള്ള സർക്കിളാ. സോ എന്റെ റീജിയൻ ക്യാപിറ്റൽ ആർ ആരാണ്? ഈ റേഡിയസ് 2 ഉള്ള സർക്കിളാണ്. അപ്പൊ എനിക്ക് ഡബിൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഈ റേഡിയസ് ആറിലാണ്, ഈ റീജിയൻ ആറിലാണ്. എനിക്ക് ഡബിൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഈ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന റീജിയനിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ആ സർക്കിളിനെ ഞാനിതാ ഇവിടെ വരച്ചിട്ടുണ്ട്. ഈ ഇവിടെ കാണുന്ന റേഡിയസ് 2 ഉള്ള സർക്കിളാണ് ഞാൻ ഇവിടെ മാറ്റി വരച്ചിട്ടുള്ളത്. സർക്കിളിന്റെ ഇക്വേഷൻ നമുക്കറിയാം, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 ആണ്. എന്റെ ഡിസ്ക്, എനിക്ക് ഡബിൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ഡിസ്ക് ഇങ്ങനെ വേണമെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാം. ഈ എൻ്റയർ റീജിയൻ വരുന്നുണ്ട് അല്ലെ. ഓർഡർ പെയർ എക്സ് വൈ സെറ്റ് ചെയ്താൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഈ സർക്കിളും അതിന്റെ ഇന്റീരിയറും എന്റെ ഈ റീജിയനിൽ ഉൾപ്പെടുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആരെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് കണ്ടുപിടിക്കുന്നത്, ഏത് പാർട്ടിന്റെ സർഫേസ് ഏരിയയാണ് കണ്ടുപിടിക്കുന്നത്. അത് കണ്ടുപിടിക്കണമെങ്കിൽ ആ റീജിയൻ നമ്മൾ എക്സ് വൈ പ്ലെയിനിലോട്ട് പ്രൊജക്ട് ചെയ്താൽ കിട്ടുന്ന റീജിയൻ ആരാണ്? ആരാണ്? അത് രണ്ടുമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ബാക്കി നമ്മുടെ ഫോർമുലയാണ്. ബാക്കി എന്താണ്? ബാക്കി നമ്മുടെ ഫോർമുലയാണ്. അപ്പൊ ഇത് മനസ്സിലാക്കാനാണ് ഇവിടെ ബുദ്ധിമുട്ടുള്ളത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഇനി ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഫംഗ്ഷൻ ആരാണെന്നാണ്. z ഈക്വൽ ടു 9 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിൽ നിന്നും എഫ് ഓഫ് എക്സ് വൈ ആയി ആരെ ചൂസ് ചെയ്യാം? 9 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ചൂസ് ചെയ്യാം. ഫംഗ്ഷൻ സെറ്റ് ആയി, റീജിയൻ 6 സെറ്റ് ആയിട്ടുണ്ട്, ഫംഗ്ഷൻ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, റീജിയനും സെറ്റ് ആയിട്ടുണ്ട്, ഫംഗ്ഷനും സെറ്റ് ആയിട്ടുണ്ട്. സോ നമുക്ക് ഏരിയയുടെ ഫോർമുലയിലോട്ട് പോവാം. ഏരിയ എന്ന് പറഞ്ഞാൽ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ റൂട്ട് എഫ് എക്സ് സ്ക്വയർ പ്ലസ് എഫ് വൈ സ്ക്വയർ പ്ലസ് 1 ഡി. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ. ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ റൂട്ട് ഓഫ് ആരാണ്? എഫ് എക്സ്. എഫ് എക്സ് ഇവിടെ -2x വരും, എഫ് വൈ ഇവിടെ -2. -2x -2y ഇവിടെ ഫോർമുലയിൽ കൊണ്ടുപോയി കൊടുത്താൽ എഫ് എക്സിന്റെ സ്ക്വയർ -2xന്റെ സ്ക്വയർ 4x സ്ക്വയർ, എഫ് വൈയുടെ സ്ക്വയർ 4y സ്ക്വയർ പ്ലസ് 1 ഡി. ഓക്കെ, അപ്പൊ 4x സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ പ്ലസ് 1 ഡി ആണ്. ഈ റീജിയൻ ആർ ഒരു സർക്കിൾ ആണ് അല്ലെ. റീജിയൻ എന്ന് പറയുന്നത് ആരാണ്? സർക്കിൾ ആണ്. അപ്പൊ ഈ പറയുന്ന കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല. കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് അത്ര എളുപ്പമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യും? പോളാർ കോർഡിനേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. പോളാർ കോർഡിനേറ്റിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ തീറ്റയുടെ റേഞ്ച് 0 to 2π ആണ് അല്ലെ. കംപ്ലീറ്റ് സർക്കിൾ വരുന്നുണ്ട്, 0 to 2π കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. 0 to 2π ആണ് തീറ്റയുടെ റേഞ്ച്. ആൻഡ് ആർ varies from 0 to റേഡിയസ് ഓഫ് ദ സർക്കിൾ 2 ആണ്. 0 to 2 ആണ് ഈ പറയുന്ന ആർ വേരി ചെയ്യുന്നത്. ആൻഡ് ഇവിടെ കൊടുക്കുവാണെങ്കിൽ ഇന്റഗ്രൽ 0 to 2π ഇന്റഗ്രൽ 0 to 2 റൂട്ട് ഓഫ് 4x സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ ആരാ? നമുക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പോളാർ കോർഡിനേറ്റിൽ ആർ സ്ക്വയർ ആണ്. അപ്പോൾ 4x സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4r സ്ക്വയർ എന്നായിരിക്കും വരുന്നത്. സോ ഫസ്റ്റത്തെ രണ്ടുപേര് 4r സ്ക്വയർ എന്നായിരിക്കും തരുന്നുണ്ടാവുക. 4r സ്ക്വയർ പ്ലസ് 1 ഡിക്ക് പകരം നമ്മൾ r dr d തീറ്റനെ കൊടുക്കും.
ഓക്കെ, ആൻഡ് ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യമേ നമ്മൾ ചെയ്യാനായിട്ടുള്ളൂ. ഇത്രയേ ഉള്ളൂ, ഇനിയൊന്നും വേറെ ഒന്നും ഇല്ല. റെഡി? ചെയ്താലോ? ചെയ്ത് തുടങ്ങിക്കൂടെ? ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഇന്റഗ്രൽ 0 to 2π. ഈ ഉള്ളിലുള്ള ആളെ ഇന്റഗ്രലിനെ കണ്ടുപിടിക്കണം. ഫസ്റ്റ് അതാണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കത് ഒന്ന് നോക്കാം, സെറ്റ് ആക്കി നോക്കാം. ഉള്ളിലുള്ള ഇന്റഗ്രൽ ഇത് സെപ്പറേറ്റ് കണ്ടുപിടിക്കാം, എന്നിട്ട് ഇവിടെ കൊടുക്കാം അല്ലെ. ഉള്ളിലുള്ള ഇന്റഗ്രൽ സെപ്പറേറ്റ് കാണാം. ഇന്റഗ്രൽ 0 to 2 ഇവിടെ ചെയ്യാണ്. ഇന്റഗ്രൽ 0 to 2 √4r² + 1r × dr. ഇതാണ് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉള്ളിലുള്ള 4r² + 1ന് ഞാൻ u കൊടുക്കുവാണ്. അപ്പൊ എനിക്ക് 8r dr 8r dr du എന്ന് കിട്ടും. 8r dr du എന്ന് കിട്ടും. ആൻഡ് r എന്ന് പറയുന്ന ആള് 0 ആകുമ്പോൾ, r 0 ആകുമ്പോൾ എന്റെ u എന്താകും? 1 ആകും. r-ന്റെ വാല്യൂ 2 കൊടുക്കുമ്പോൾ 0 to 2 ആണ് അല്ലെ. r-ന്റെ വാല്യൂ 0 കൊടുക്കുമ്പോൾ 4r² + 1 ആയ u 1 കിട്ടും. ആൻഡ് r-ന്റെ വാല്യൂ ഞാൻ 2 കൊടുത്താൽ 4r² + 1 എന്തായിട്ട് മാറും നോക്കുക. u = 4 × 4 16 + 1 17 വരും. അപ്പൊ u വാരീസ് ഫ്രം 1 to 17 എന്നാണ് വരും. ഓക്കെ, 1 to 17 എന്ന് വരും. ഇവിടെ കൊടുക്കാം ഇന്റഗ്രൽ 1 to 17 √u r dr du/8 ആണ്. du/8 this is equal to 1/8 × u raised to 3/2 അല്ലെങ്കിൽ 2/3. അപ്പറാണ്ട് ഒരു മിനിറ്റ്. This is equal to 1/8 ഉണ്ട്. u √uന്റെ ഇന്റഗ്രൽ u raised to 3/2 ആണ്. അപ്പൊ 2/3 × u raised to 3/2 എന്ന് വരും. ആൻഡ് u raised to 3/2 അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുത്തു. ഈക്വൽ ടു 1/12. 2 8 വെട്ടിയിട്ട് ഇവിടെ 12 വരും. ആൻഡ് ഉള്ളിൽ u raised to 3/2 u 17 കൊടുത്താൽ 17 raised to 3/2. uക്ക് 1 കൊടുത്താൽ 1 raised to 3/2 1 എന്ന് വരും. അപ്പൊ 1/12 × 17 raised to 3/2 - 1 എന്നാണ് വരിക. അത് അവിടെ കൊണ്ടുപോയിട്ട് കൊടുക്കാം. ഓക്കെ, 1/12 ഉള്ളിലുള്ള ഇന്റഗ്രൽ 1/12 17 raised to 3/2 - 1 എന്ന് വരും. 17 raised to 3/2 - 1. ആൻഡ് ഇവിടെ d θ ഉണ്ട്, d θ കൊടുക്കാം. ആൻഡ് കോൺസ്റ്റന്റിനെ പുറത്തേക്ക് ഇടാം. 1/12 × 17 raised to 3/2 - 1 × ഇന്റഗ്രൽ 0 to 2π d θ ഈക്വൽ ടു 1/12 17 raised to 3/2 - 1 × ഇന്റഗ്രൽ d θ 1 ആണല്ലേ. 1ന്റെ ഇന്റഗ്രൽ θ ഫ്രം 0 to 2π കൊടുക്കുക. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 1/12 × 17 raised to 3/2 - 1 × 2π. 2 2 നമുക്ക് വെട്ടാം. ഈ 2 12 6 ആയിട്ട് അത് റെഡ്യൂസ് ആക്കാം. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു π/6 × 17 raised to 3/2 എന്ന് പറഞ്ഞാൽ 17 √17 ആണ്. -1 കൺക്ലൂഡ് ചെയ്യാം. ദിസ് ഇസ് ദ ഫൈനൽ ആൻസർ. അപ്രോക്സിമേറ്റ്ലി 36.2 എന്നാണ് പറയുന്നത്. അപ്രോക്സിമേറ്റ്ലി 36.2 എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് കേട്ടോ. ചെയ്ത് നോക്കുക. സോ അതാണ് നമ്മുടെ സർഫേസ് ഏരിയ. സോ നിങ്ങൾ ഇവിടെയും മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ക്വസ്റ്റ്യനിൽ റീജിയൻ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല എങ്കിൽ റീജിയൻ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് എടുത്തുകൊണ്ട് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ ഇനി നമുക്ക് ഒരു കുഞ്ഞു കാര്യവും കൂടെ പറഞ്ഞിട്ട് ഒരു പ്രോബ്ലം കൂടെ ചെയ്താൽ ഈ സെക്ഷനും അവസാനിപ്പിക്കാം. അപ്പൊ അതിന് മുന്നേ ആയിട്ട് ഇതുവരെ നമ്മൾ എന്താണ് പഠിച്ചത് എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ഇതുവരെ എക്സാമ്പിൾ 1 എക്സാമ്പിൾ 2 ഇത് രണ്ടും നമ്മൾ ചെയ്തു. ഇതുപോലെ കുറെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ടൊക്കെ ചെയ്ത് നോക്കണേ. അപ്പൊ ഈ 2 എക്സാമ്പിളിലൂടെ നമ്മൾ എന്താണ് കണ്ടത്? നമ്മൾ കണ്ടത് എങ്ങനെയാണ് z = f(x, y) എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, z = f(x, y) എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന ഒരു സർഫേസ് ഉണ്ട്. ആ സർഫേസിനെ നമ്മൾ എങ്ങോട്ട് പ്രൊജക്ട് ചെയ്തു? XY പ്ലെയിനിലോട്ട് പ്രൊജക്ട് ചെയ്തപ്പോൾ നമുക്ക് R എന്ന് പറയുന്ന ഒരു റീജിയൻ XY പ്ലെയിനിൽ കിട്ടി. അപ്പൊ ആ ഒരു റീജിയനിൽ നമ്മൾ എന്തും ചെയ്യുന്നു? ഇവിടെ ഈ പറയുന്ന ഫംഗ്ഷനെ √fx² + fy² + 1നെ നമ്മൾ ഡബിൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ഈ z = f(x, y) എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സർഫേസിന്റെ സർഫേസ് ഏരിയ കാണാനായിട്ട് പറ്റും. ഇതാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ ഏത് ഫോമിലാണ്? z = f(x, y) എന്നുള്ള ഫോമിലാണ്. ക്യാപിറ്റൽ R എന്ന് പറയുന്ന ഏത് പ്ലെയിനിലാണെന്ന് ചോദിച്ചാൽ XY പ്ലെയിനിലാണ്. റെഡി? ഇതാണ് ഇത്രയും നേരം നമ്മൾ ചെയ്ത പ്രോബ്ലം. ഇനി നമ്മൾ ഇതിനെ ജനറലൈസ് ചെയ്യാൻ പോവാണ്. അതായത് z = f(x, y) എന്നെ ഓൾവേസ് വരണം എന്നുണ്ടോ? f(x, y) f ഈസ് എ ഫംഗ്ഷൻ ഓഫ് x ആൻഡ് y എന്ന് ഓൾവേസ് വരണം നിർബന്ധമൊന്നുമില്ല. എക്സും സെറ്റും ആവാം വേരിയബിൾസ്, ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എന്തൊക്കെയാവാം? എക്സും സെറ്റും ആവാം. എക്സ് വൈക്ക് പകരം ആരാവാം? എക്സ് സെറ്റ് ആവാം. അല്ലെങ്കിൽ വൈ സെറ്റ് വരാം. ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് ആര് വരാം? വൈ സെറ്റ് വരാം. അപ്പൊ എക്സും സെറ്റും ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എങ്കിൽ അവിടുത്തെ പ്രൊജക്റ്റഡ് പ്ലെയിൻ ആർ എന്ന് പറയുന്ന പ്ലെയിനിൽ അതിന് കറസ്പോണ്ടിങ് ആയ എക്സ് സെറ്റ് പ്ലെയിൻ ആയിരിക്കും. ആർ എന്ന് പറയുന്നത് എക്സ് സെറ്റ് പ്ലെയിനിലെ റീജിയൻ ആയിരിക്കും. വൈയും സെറ്റും ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയി ചൂസ് ചെയ്യുന്നതെങ്കിൽ
കറസ്പോണ്ടിങ് റീജിയൻ ആറ് വരുന്നത് YZ പ്ലെയിനിലായിരിക്കും. സോ അങ്ങനെയുള്ള ഒരു കാര്യം കൂടി നമുക്ക് നോക്കാനുണ്ട്. അത് നോക്കിയിട്ട് നമുക്ക് ഈ ഒരു സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ അടുത്ത ഭാഗം ഇതാണ്. ഏരിയ ഓഫ് സർഫേസസ് വിത്ത് ഇക്വേഷൻ y ഈക്വൽ ടു g ഓഫ് എക്സ് സെറ്റ് ആൻഡ് x ഈക്വൽ ടു h ഓഫ് y സെറ്റ്. നമ്മൾ നേരത്തെ കണ്ടത് z ഈക്വൽ ടു f ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ടൈപ്പിൽ വരുന്ന സർഫേസുകളുടെ ഏരിയ കാണാനാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇവിടെ നമ്മൾ z ഈക്വൽ ടു f ഓഫ് എക്സ് വൈക്ക് പകരം y ഈക്വൽ ടു g ഓഫ് എക്സ് സെറ്റ് എന്ന് പറയുന്ന ടൈപ്പിൽ വരുന്നവരും x ഈക്വൽ ടു h ഓഫ് y സെറ്റ് എന്ന് പറയുന്ന ടൈപ്പിൽ വരുന്നവരുമായിട്ടുള്ള സർഫേസസിന്റെ ഏരിയയും കൂടെ കാണാൻ പോകുന്നുണ്ട്. ഈ രണ്ട് ടൈപ്പ് ഇവിടെ വ്യത്യാസം നോക്കൂ. z ഈക്വൽ ടു f ഓഫ് എക്സ് വൈയിൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എക്സും വൈയും ഡിപെൻഡന്റ് വേരിയബിൾ സെറ്റ്. y ഈക്വൽ ടു g ഓഫ് എക്സ് സെറ്റിന്റെ കേസിലാണെങ്കിൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എക്സ് സെറ്റ് ആൻഡ് ഡിപെൻഡന്റ് വേരിയബിൾ y. x ഈക്വൽ ടു h ഓഫ് y സെറ്റിലാണെങ്കിൽ ഡിപെൻഡന്റ് വൺ എക്സ് ആണ്, ഇൻഡിപെൻഡന്റ് വൺ y ആൻഡ് സെറ്റ് ആണ്. അപ്പൊ ഇവരുടെ കേസിൽ എങ്ങനെ കാണാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വായിച്ചു നോക്കൂ. Let G be defined on a region R in XZ plane. അല്ലെ, G എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എക്സും സെറ്റും, അതുകൊണ്ട് അത് ഡിഫൈൻ ചെയ്യപ്പെടുന്ന റീജിയൻ R എവിടെയുള്ള റീജിയൻ ആണ്? XZ പ്ലെയിനിലെ റീജിയൻ. എക്സും സെറ്റും ആണ് അവിടുത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അപ്പൊ R എന്ന് പറയുന്ന റീജിയൻ XZ പ്ലെയിനിലാണുള്ളത്. നേരത്തെ z ഈക്വൽ ടു f ഓഫ് എക്സ് വൈയിൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എക്സും വൈയും ആയപ്പോ R എന്ന് പറയുന്ന റീജിയൻ എവിടെ വന്നു? XY പ്ലെയിനിൽ വന്നു. ഇവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എക്സ് ആൻഡ് സെഡ് ആയതുകൊണ്ട് അത് ഏത് റീജിയൻ? R എന്ന് പറയുന്ന റീജിയൻ എവിടെ വരുന്നു? XZ പ്ലെയിനിൽ. റെഡി? Let G be defined on a region R in the XZ plane. Suppose Gx, Gz are continuous. നേരത്തെ നമ്മൾ പറഞ്ഞ സെയിം കാര്യമാണ് കേട്ടോ. ഇവിടെ വേരിയബിളിൽ മാറ്റം വരുന്നുണ്ട്. വൈക്ക് പകരം സെറ്റ് ആണ് വന്നത് എന്നുള്ള ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. Gxും Gzും കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന y ഈക്വൽ ടു g ഓഫ് എക്സ് സെറ്റ് എന്ന് പറയുന്ന സർഫേസിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല നേരത്തെ z ഈക്വൽ ടു f ഓഫ് എക്സ് വൈയുടെ കേസിൽ എന്തായിരുന്നു ഫോർമുല? ഏരിയ കാണാനുള്ള ഫോർമുല ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ റൂട്ട് fx സ്ക്വയർ പ്ലസ് fy സ്ക്വയർ പ്ലസ് 1 dA. അങ്ങനെയല്ലേ നിങ്ങൾ കണ്ടുപിടിച്ചേ? ഇവിടെ g ആണ് ഫംഗ്ഷൻ, ഇൻഡിപെൻഡന്റ് വേരിയബിൾ എക്സും സെറ്റുമാണ്. അപ്പൊ ഇവിടെ എക്സും വൈയും ആയിരുന്നു, ഇവിടെ എക്സും സെറ്റുമാണ്. അപ്പം gx സ്ക്വയർ പ്ലസ് gz സ്ക്വയർ ആണ്. വൈക്ക് പകരം സെറ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. റൂട്ട് ഓഫ് gx സ്ക്വയർ പ്ലസ് gz സ്ക്വയർ പ്ലസ് 1 dA. ക്വസ്റ്റ്യൻ ഇക്വേഷൻ ഈ ചെറിയ മാറ്റം മാത്രമേ ഉള്ളൂ. ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആരാണോ അതിനനുസരിച്ചാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് വന്നത് റൂട്ടിന്റെ ഉള്ളിൽ. അത് മാത്രം മനസ്സിലാക്കുക. രണ്ടാമത് h ഈക്വൽ ടു x ഈക്വൽ ടു h ഓഫ് y z ആണ് നമ്മുടെ ഫംഗ്ഷൻ എങ്കിൽ എങ്ങനെയാണ് ഫോർമുല വരുന്നത് എന്നുള്ളതാണ്. സിമിലർ മാനറിലാണ് ഫോർമുല വരുന്നത്. h ബി ഡിഫൈൻ ഓൺ ദ റീജിയൻ R. ഇവിടെ hന്റെ കേസിൽ വൈയും സെറ്റും ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. സോ R ഏത് റീജിയൻ, ഏത് പ്ലെയിനിലെ റീജിയൻ ആണ്? YZ പ്ലെയിനിലെ റീജിയൻ. അവിടെ h വൈയും h സെറ്റും ആണ് കണ്ടിന്യൂസ് ആവേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഏരിയ കാണാൻ വേണ്ടി ഡബിൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് ആരെയാണ്? ഓവർ ആർ റൂട്ട് ഓഫ് hy സ്ക്വയർ പ്ലസ് hz സ്ക്വയർ പ്ലസ് 1 ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യത്തെ കേസിൽ y ഈക്വൽ ടു g ഓഫ് എക്സ് സെറ്റ് ആകുമ്പോൾ ഇതാണ് നമ്മുടെ സർഫേസ് എന്ന് വിചാരിക്കാം. y ഈക്വൽ ടു g ഓഫ് എക്സ് സെറ്റ് എന്ന് പറയുന്ന സർഫേസ് ഇതാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന സർഫേസിനെ എങ്ങോട്ടാണ് പ്രൊജക്ട് ചെയ്യുക? XZ പ്ലെയിൻ. ഇതാണ് നമ്മുടെ XZ പ്ലെയിൻ. XZ പ്ലെയിനിലോട്ടായിരിക്കും ഇയാളെ നമ്മൾ എന്ത് ചെയ്യുക? പ്രൊജക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് കിട്ടുന്ന ആളായിരിക്കും ആ കേസിൽ R എന്ന് പറയുന്ന ആള്. ഓക്കെ, ഇതേപോലെ ഇവിടെ x ഈക്വൽ ടു h ഓഫ് y സെറ്റ്. ഈ പറയുന്ന സർഫേസ് ആണ് ഇതെങ്കിൽ ഇതിന് നമ്മൾ YZ പ്ലെയിനിലോട്ടാണ് പ്രൊജക്ട് ചെയ്യുക. അവിടെ കിട്ടുന്ന റീജിയൻ ആയിരിക്കും R എന്ന് പറയുന്നത്. മനസ്സിലാക്കുക. ഫോർമുല എങ്ങനെ വന്നു എന്നുള്ളത് മനസ്സിലാക്കുക. നേരത്തെ നമ്മൾ പഠിച്ച ഫോർമുലയുമായിട്ട് കമ്പയർ ചെയ്ത് പഠിച്ചാൽ ഒരിക്കലും മറന്നുപോകില്ല, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവുകയും ഫോർമുലാസ് തെറ്റുകയും ചെയ്യും. ഞാൻ പറഞ്ഞ രീതിയിൽ പഠിച്ചാൽ മറന്നു പോവുകയില്ല. ഓക്കെ, റെഡി? ഈ ക്വസ്റ്റ്യനോട് കൂടി ഈ സെക്ഷൻ അവസാനിക്കും. എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തു നോക്കുക, സ്വന്തമായി തന്നെ ചെയ്തു നോക്കുക കേട്ടോ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദാറ്റ് പാർട്ട് ഓഫ് ദ പ്ലെയിൻ y plus z equal to 2 inside the cylinder x square plus y square equal to 1. ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് ക്ലിയർ ആയി മനസ്സിലാക്കൂ. എന്താണ് കണ്ടുപിടിക്കുന്നത്? ഫൈൻഡ് ദ ഏരിയ ഓഫ് ദാറ്റ് പാർട്ട് ഓഫ് ദ പ്ലെയിൻ. പ്ലെയിനിന്റെ ഒരു പാർട്ടിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ഇൻസൈഡ് ദ സിലിണ്ടർ എക്സ് സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 1. എക്സ് സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറയുന്ന സിലിണ്ടറിന്റെ ഇക്വേഷൻ എങ്ങനെയാ വരിക എന്ന് ചോദിച്ചാൽ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 ആണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ XY പ്ലെയിനിലാണെങ്കിൽ ഇതൊരു സർക്കിളാണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ XY പ്ലെയിനിൽ അതാരാണ്? അതൊരു സർക്കിളാണ്. ഇങ്ങനെയുള്ള സർക്കിളുകൾ ഒന്നിനു മുകളിൽ ഒന്നായി ഇങ്ങനെ അടക്കി വെക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആളാണ് സിലിണ്ടർ എന്ന് പറയുന്നത്. ഇങ്ങനെയാ വരിക സിലിണ്ടർ. ഏത് ആക്സിസ് ആണോ നോക്കുകയാണെങ്കിൽ സെഡ് ആക്സിസ് ആണ് വരിക. അതിന്റെ ആക്സിസ് ആരാണ്? സെഡ് ആക്സിസ് ആണ്. അത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറയുന്ന സിലിണ്ടർ ആണ് ഇങ്ങനെ വരിക. ആക്സിസ് എന്തായിട്ട്? സെഡ് ആക്സിസ് ആയിട്ട് വരുന്നത്. എന്നാൽ എക്സ് സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ നേരെ റിവേഴ്സ് ആണ്. ഇവിടെ ഇല്ലാത്ത വേരിയബിൾ y അല്ലേ? എക്സ് സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 1 സെഡ് സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഈ സിലിണ്ടറിന്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ y ആക്സിസ് ആണ് വരിക.
അപ്പൊ വരയ്ക്കുകയാണെങ്കിൽ ഇതാ കണ്ടോ, ഇതിൽ കാണുന്നുണ്ട്, ഇതാണ് നമ്മുടെ സിലിണ്ടർ. ഇതാണ് നമ്മുടെ സിലിണ്ടർ. ആക്സിസ് ആരാണ്? സെറ്റ്, വൈ ആക്സിസ് ആണ്. എക്സ് സ്ക്വയർ പ്ലസ് സെറ്റ് സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ആക്സിസ് വൈ ആയിട്ടുള്ള സിലിണ്ടർ ആണ്. അത് ഞാൻ അവിടെ ജസ്റ്റ് വരച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന സിലിണ്ടറിന്റെ ഉള്ളിലായിട്ട് പ്ലെയിനിന്റെ പാർട്ട് ആയി വരുന്ന ഭാഗത്തിന്റെ ഏരിയ ആണ് വേണ്ടത്. അതായത് ഇതാണ് എന്റെ സിലിണ്ടർ. സിലിണ്ടർ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന സിലിണ്ടർ ആണ്. അപ്പൊ ഇതിനെ നമ്മൾ വൈ പ്ലസ് സെറ്റ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന പ്ലെയിനും ഉണ്ട്. പ്ലെയിൻ ഇതാണ് പ്ലെയിൻ വരിക. ഈ പ്ലെയിൻ ഇതിനെ കൊണ്ടുപോയിട്ട് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു റീജിയൻ ആണ് നമുക്ക് കിട്ടുക. ഈ റീജിയൻ, ഈ വരുന്ന റീജിയന്റെ സർഫേസ് ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ പറഞ്ഞിരിക്കുന്ന സിലിണ്ടറിനെ ഈ ഒരു എന്താ പറയണ്ട പ്ലെയിൻ വന്ന് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു റീജിയന്റെ എന്താ നമുക്ക് വേണ്ടത്? സർഫേസ് ഏരിയ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ കാണിച്ചിട്ടുള്ളത് പോലെ സർഫേസ് ഏരിയ കണ്ടുപിടിക്കേണ്ടത് എസ് എന്ന് പറയുന്ന റീജിയന്റെ എന്താണ്? ഏരിയ. ഈ എസ് എന്ന് പറയുന്ന റീജിയന്റെ ഏരിയ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഈ എസിന്റെ ഏരിയ വേണം നമുക്ക് കണ്ടുപിടിക്കാൻ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതിനെ എക്സ് സെറ്റ് പ്ലെയിനിലോട്ട് എന്ത് ചെയ്യാൻ പോവുകയാണ്? എക്സ് സെറ്റ് പ്ലെയിനിലോട്ട് ഇതിനെ ഞാൻ പ്രൊജക്ട് ചെയ്യാൻ പോവാണ്. ഇതിനെ ഞാൻ എക്സ് സെറ്റ് പ്ലെയിനിലോട്ട് പ്രൊജക്ട് ചെയ്താൽ, ഞാൻ എക്സ് സെറ്റ് പ്ലെയിൻ, ഇതാണ് എക്സ് സെറ്റ് പ്ലെയിൻ അല്ലെ, എക്സ് സെറ്റ് പ്ലെയിനിലോട്ട് ഇതിനെ ഞാൻ പ്രൊജക്ട് ചെയ്താൽ എനിക്ക് ഇവിടെ ഒരു സർക്കിൾ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ആ സർക്കിളിനെ ഞാൻ എന്തെന്ന് വിളിക്കാം? ആർ എന്ന്. അപ്പൊ ഈ എസ് എന്ന് പറയുന്ന റീജിയനെ ഞാൻ എങ്ങോട്ട് പ്രൊജക്ട് ചെയ്യാണ്? എക്സ് സെറ്റ് പ്ലെയിനിലോട്ട് പ്രൊജക്ട് ചെയ്യാണ് അല്ലെ. പ്രൊജക്ട് ചെയ്യുമ്പോൾ എനിക്ക് ആരെയും കിട്ടുന്നത്? ആ പ്ലെയിനിൽ ഒരു സർക്കിളിനെയാണ് കിട്ടുന്നത്. ഓക്കെ, ഈ റീജിയന്റെ പ്രൊജക്ഷൻ ഇൻ എക്സ് സെറ്റ് പ്ലെയിൻ ആരാണ്? അതൊരു സർക്കിൾ ആണ്. ആ സർക്കിളിനെ ഞാൻ ആർ എന്ന് വിളിച്ചു. ആ സർക്കിളിനെ ഞാൻ എന്തെന്ന് വിളിച്ചു? ആർ എന്ന് വിളിച്ചു. ആ സർക്കിളിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? എക്സ് സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 1 എന്നായിരിക്കും. ആ സർക്കിളിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? എക്സ് സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 1. കാരണം ആ സർക്കിൾ ആരുടെ പാർട്ടാണ്? ഈ എക്സ് സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറയുന്ന സിലിണ്ടറിന്റെ പാർട്ടാണ്. അവിടെ y 0 ആയിരിക്കും ആ കേസിൽ, ഈ സർക്കിളിന്റെ കേസിൽ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ സിലിണ്ടറിന്റെ പാർട്ടാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഇക്വേഷൻ എന്തുതന്നെയായിരിക്കും? എക്സ് സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 1 തന്നെയായിരിക്കും. അപ്പൊ എസ് എന്ന് പറയുന്ന സർഫേസിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഞാൻ ആ എസിനെ എക്സ് സെറ്റ് പ്ലെയിനിലോട്ട് പ്രൊജക്ട് ചെയ്തു. പ്രൊജക്ട് ചെയ്തപ്പോൾ എനിക്ക് അവിടെ ഒരു സർക്കിൾ കിട്ടി. സർക്കിളിന്റെ ഇക്വേഷൻ കിട്ടി, എക്സ് സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 1. ആ സർക്കിളാണ് ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത്. എക്സ് സെറ്റ് പ്ലെയിനിലാണ് സർക്കിൾ ഉള്ളത്. റേഡിയസ് 1 ഉള്ള സർക്കിളാണ് എക്സ് സെറ്റ് പ്ലെയിനിൽ. അപ്പൊ ഇതാണ് നമ്മുടെ റീജിയൻ ആർ. ഇവിടെ ഞാൻ കാണിച്ചിട്ടുള്ള ഈ സർക്കിൾ തന്നെയാണ് ഇത്. ഓക്കെ, ഞങ്ങളോട് ഞാൻ മാറ്റി വരച്ചൊന്നേ ഉള്ളൂ. എക്സ് സെറ്റ് പ്ലെയിനിൽ വരുന്ന എന്റെ റീജിയൻ ആർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ ഐഡന്റിഫൈ ചെയ്യണം. ഞാൻ ഇവിടെ ഏത് പ്ലെയിനിലോട്ടാണ് പ്രൊജക്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ എക്സ് സെറ്റ് പ്ലെയിനിലോട്ടാണ് പ്രൊജക്ട് ചെയ്തത്. അപ്പൊ എന്റെ റീജിയൻ എക്സ് സെറ്റ് പ്ലെയിനിലാവണം എങ്കിൽ, എന്റെ ഫംഗ്ഷൻ ഏത് ടൈപ്പ് ആയിരിക്കണം? y ഈക്വൽ ടു ജി ഓഫ് എക്സ് സെറ്റ് ആയിരിക്കണം. എന്റെ ഫംഗ്ഷൻ ഏത് ടൈപ്പ് ആയിരിക്കണം? y ഈക്വൽ ടു ജി ഓഫ് എക്സ് സെറ്റ് ആയിരിക്കണം. അപ്പൊ തന്നിരിക്കുന്ന സർഫേസിനെ, തന്നിരിക്കുന്ന ഇക്വേഷൻ y പ്ലസ് സെഡ് ഈക്വൽ ടു 2 ആണ്. തന്നിരിക്കുന്ന ഭാഗത്തിന്റെ ഇക്വേഷൻ എന്താണ്? y പ്ലസ് സെഡ് ഈക്വൽ ടു 2 ആണ്. ആ y പ്ലസ് സെഡ് ഈക്വൽ ടു 2നെ ഞാൻ ആ ഫോമിലോട്ട് മാറ്റണം. ഏത് ഫോമിലോട്ടെന്ന് ചോദിച്ചാൽ y ഈക്വൽ ടു ജി ഓഫ് എക്സ് സെറ്റ് എന്ന ഫോമിലോട്ട് മാറ്റണം. y പ്ലസ് സെറ്റ് 2 ആണ്. അതിൽ നിന്ന് എനിക്ക് y ഈക്വൽ ടു 2 മൈനസ് സെറ്റ് എന്ന് കിട്ടും. ഈ 2 മൈനസ് സെറ്റിനെ എന്തെന്ന് വിളിക്കുക? ജി ഓഫ് എക്സ് സെറ്റ് എന്ന് വിളിക്കാം. 2 മൈനസ് എക്സ് സെറ്റിനെ എന്തെന്ന് വിളിക്കുക? ജി ഓഫ് എക്സ് സെറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ എന്തെന്ന് വിളിച്ചു? y ഈക്വൽ ടു 2 മൈനസ് സെറ്റ്, അല്ലെങ്കിൽ 2 മൈനസ് സെറ്റിനെ ഞാൻ എന്തെന്ന് വിളിച്ചു? ജി ഓഫ് എക്സ് സെറ്റ്. അപ്പൊ ഇങ്ങനെയാണ് ജി ഓഫ് എക്സ് സെറ്റിനെ കിട്ടുന്നത്. ആൻഡ് ഈ റീജിയനെ നമുക്ക് വേണമെങ്കിൽ സെറ്റിന്റെ നോട്ടേഷനിൽ ഡിസ്ക്രൈബ് ചെയ്യാം. ആർ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ഓർഡർഡ് പെയർ എക്സ് വൈ സെറ്റ് ദാറ്റ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അല്ലെ. ഡിസ്ക് ആണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അതായത് സിംപ്ലി സർക്കിൾ മാത്രമല്ല, യൂണിറ്റ് സർക്കിൾ മാത്രമല്ല, അതിന്റെ ഇന്റീരിയറും കൂടെ വരുന്നോണ്ടാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് കൊടുത്തത്. ഡിസ്ക് ആണ് ആക്ച്വലി, യൂണിറ്റ് ഡിസ്ക് ആണ് നമുക്ക് കിട്ടുന്നത് ആർ എന്ന് പറയുന്ന റീജിയൻ ആയിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഇപ്പൊ വേണ്ട ആൾക്കാരൊക്കെ ആയി. ജി ഓഫ് എക്സ് സെറ്റ് ആയി, ആരാണെന്ന് കിട്ടിയിട്ടുണ്ട്, റീജിയൻ ആരാണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സർഫേസ് ഏരിയ കാണാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, ജസ്റ്റ് ഫോർമുല കൊടുത്താൽ മതിയാവും. ഏരിയ കാണാനുള്ള ഫോർമുല ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ റൂട്ട് ഓഫ് എന്തായിരുന്നു ഫോർമുല? എക്സും സെറ്റും ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. സോ ജി എക്സ് സ്ക്വയർ പ്ലസ് ജി സെഡ് സ്ക്വയർ പ്ലസ് 1 അല്ലെ. ജി എക്സ് സ്ക്വയർ പ്ലസ് ജി സെഡ് സ്ക്വയർ പ്ലസ് 1 ഡി എ. ഇതാണ് നമ്മുടെ ഫോർമുല, നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഞാനിവിടെ വാല്യൂസ് കൊടുക്കാം. ആൻഡ് അല്ലെങ്കിൽ വേണ്ട, ജസ്റ്റ് സിംപ്ലി വാല്യൂസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നോക്കോ, ദിസ് ഇസ് ഈക്വൽ ടു ഏരിയ ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ റൂട്ട് ഓഫ് ജി എക്സ് ആരാന്ന് നോക്കൂ. ഈ പറയുന്ന ജി ഓഫ് എക്സ് സെറ്റ് ആരാണ്? 2 മൈനസ് സെറ്റ്. ജി ഓഫ് എക്സ് സെറ്റ് ഞാൻ കണ്ടുവച്ചത് 2 മൈനസ് സെറ്റ് എന്നാണ്. ഇതിന്റെ ജി എക്സ് ഈ പറയുന്ന ഫംഗ്ഷൻ എക്സിനെ ഡിപ്പെൻഡ് ചെയ്യാത്തതുകൊണ്ട് ജി എക്സ് 0 ആയിരിക്കും. എന്നാൽ ജി സെറ്റ് ആരാ? -1 ആണ്. അതെവിടെ കൊടുക്കാം? ജി എക്സിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 സ്ക്വയർ പ്ലസ് ജി സെറ്റിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 സ്ക്വയർ 1 വരും പ്ലസ് 1.
ഡി എന്ന് വരും. ദിസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ആർ റൂട്ട് ടു ഡി എ. റൂട്ട് ടു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് വെളിയിലോട്ട് എടുക്കാം. റൂട്ട് ടു ഇൻറ്റു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡി എ. റൂട്ട് ടു ഇൻറ്റു ആരാണ് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡി? ആർ എന്ന് പറഞ്ഞാൽ സർക്കിൾ ആണ്. ആർ എന്ന് പറഞ്ഞാൽ ഈ സർക്കിൾ ആണ്. ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡി എന്ന് പറഞ്ഞാൽ ആരാ? ഡി എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഏരിയാസ്. ഡബിൾ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ സം. ഓവർ ആർ എന്ന് പറഞ്ഞാൽ ആർ എന്ന് പറയുന്ന റീജിയനിൽ വരുന്ന എല്ലാ കുഞ്ഞു കുഞ്ഞു പീസസ് ആയ ഏരിയാസിന്റെയും സം. അതെടുത്താൽ എൻറ്റയർ സർക്കിളിന്റെ ഏരിയ ആണ് കിട്ടുക. ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡി എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു ഏരിയാസ്. ആർ എന്ന് പറയുന്ന റീജിയന്റെ ഉള്ളിൽ വരുന്ന ചെറിയ ചെറിയ ഏരിയാസ്. ഈ ഏരിയാസ് എല്ലാം കൂടെ കൂട്ടിയാൽ ഡബിൾ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ആഡ് ചെയ്യാന്നാണ് അർത്ഥം. ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് എൻറ്റയർ സർക്കിളിന്റെ ഏരിയ ആണ് കിട്ടാം. റൂട്ട് ടു ഇൻറ്റു ഏരിയ ഓഫ് ദ സർക്കിൾ, ഏരിയ ഓഫ് ആർ എന്ന് കൊടുക്കാം. എന്താ? ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡി എന്ന് പറഞ്ഞാൽ ആർ എന്ന് പറയുന്ന റീജിയന്റെ ഏരിയ ആണ്. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു റൂട്ട് ടു ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് സർക്കിൾ ആണ് അല്ലെ, അല്ലെങ്കിൽ യൂണിറ്റ് ഡിസ്ക് ആണ്. അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ പൈ ഇൻറ്റു 1² ഈക്വൽ ടു പൈ എന്ന് വരും. സോ പൈ റൂട്ട് ടു ആണ് ഇവിടെ ഫൈനൽ ആൻസർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ റൂട്ട് ടു പൈ എന്നോ പൈ റൂട്ട് ടു എന്നോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പൊ ഇതിന്റെ ആൻസർ, ഫൈനൽ ആൻസർ ഏരിയ ഓഫ് ദ സർഫേസ് ആരാണ്? ഏരിയ ഓഫ് ദ സർഫേസ് റൂട്ട് ടു പൈ അല്ലെങ്കിൽ പൈ റൂട്ട് ടു ആണ്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ടെക്സ്റ്റ് ബുക്കിൽ എക്സ്പ്ലനേഷൻ ഉണ്ട്, അത് നോട്ടിലോട്ട് മാറ്റാൻ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻസ്, എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ രണ്ടാമത്തെ 14.5 എന്നുള്ള ഈ സെക്ഷനും ഞാൻ തീർത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ വായിച്ചിട്ട് മനസ്സിലാക്കുക. ഇതെല്ലാം നോട്ടിൽ ഉണ്ടായിരിക്കണം. നോട്ട് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.